ദിലീപ് റേപ്പ് ചെയ്താൽ പോലും ഇത്രയും പ്രശ്നം അവർക്ക് ഉണ്ടാവില്ല. അയ്യോ, എങ്ങനെ ജീവിക്കാതിരിക്കും? ആ സ്ത്രീയെ ദിലീപ് റേപ്പ് ചെയ്താൽ പോലും കുഴപ്പമില്ലാണെന്ന്. എന്താണിത്? അപ്പൊ പൾസർ സുനിയൊക്കെ റേപ്പ് ചെയ്തോണ്ടാ പ്രശ്നം? ദിലീപോ അല്ലെങ്കിൽ ആ സിനിമയ്ക്കകത്ത് മുൻനിരയുള്ള നായകന്മാരോ അതിനകത്തുള്ള അല്ലെങ്കിൽ സംവിധായകന്മാരോ മറ്റ് ആർട്ടിസ്റ്റുകളോ ബലാത്സംഗം ചെയ്താൽ ഇത്രയും കുഴപ്പമില്ല, ഇത്രയും വിഷയം ഉണ്ടാക്കത്തില്ലായിരുന്നു. ഉള്ളിലങ്ങ് ഒതുക്കിയേനെ. പൾസർ സുനി ചെയ്തതാ പ്രശ്നം. അപ്പോ അവർക്ക് ഉള്ളിൽ ആഗ്രഹം കാണുമായിരിക്കും ദിലീപ് റേപ്പ് ചെയ്താൽ മതിയായിരുന്നെന്ന്. അതാ ഇപ്പൊ ഈ വക്കീല് പറഞ്ഞ അർത്ഥം. നിങ്ങൾ കേട്ടു ഒന്നൂടെ കേൾപ്പിക്കാം, എത്ര പേരും കേൾപ്പിക്കാം. ആ സ്ത്രീനെ ഇപ്പൊ ദിലീപ് റേപ്പ് ചെയ്താൽ പോലും ഇത്രയും പ്രശ്നം അവർക്ക് ഉണ്ടാവില്ല. വെച്ചുകഴിഞ്ഞാൽ അവരെക്കാൾ വളരെ യാതൊരു ബന്ധമില്ലാത്തൊരാള്. കണ്ടില്ലേ എന്താണില്ലേ എന്നിട്ടാ പ്രകസനം മൊത്തം നടത്തുന്നത്? കഷ്ടം. ഇവരെ പോലെ ഈ സംസാരിക്കാൻ അറിയാൻ വയ്യാത്ത ഇവരെയൊക്കെ കേസ് ഏൽപ്പിച്ചുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അവർ ഇത്രയും പബ്ലിക്കിന് മുന്നിൽ പറയുകയാണ് ദിലീപ് റേപ്പ് ചെയ്താൽ പോലും ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവര് സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ സംരക്ഷിക്കുവാണോ അല്ലെങ്കിൽ പെൺകുട്ടിക്ക് നീതി പിടിച്ചു കൊടുക്കുവാണോ അതോ പെൺകുട്ടിയെ പൊതുസമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തുവാണോ? ഇവരിങ്ങനെ പറയുമ്പോൾ തന്നെ മറ്റു ആൾക്കാർ ചിന്തിക്കുന്ന എന്താണ്, അവർക്ക് ദിലീപ് ചെയ്താലോ മറ്റുള്ള അടുത്ത ബന്ധുക്കാർ ചെയ്താലോ മറ്റാൾക്കാർ ചെയ്താലോ അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ളവരോ റേപ്പ് ചെയ്താലോ അല്ലെങ്കിൽ അവരെ പീഡിപ്പിച്ചാലോ അവർക്ക് പ്രശ്നമില്ല. ഇതറിയാൻ വയ്യാത്ത ആൾക്കാർ പീഡിപ്പിച്ചുകൊണ്ടോ ഇത്ര പ്രശ്നമായത്? ഇതാണോ ഒരു അഡ്വക്കേറ്റ്? ഇതുള്ള ആൾക്കാരൊക്കെ അല്ലേ ഇവർക്ക് നീതി മേടിച്ചു കൊടുക്കാൻ നടക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വളരെ മോശം, വളരെ 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 മോശം. ഒരിക്കലും നിങ്ങൾ ഇങ്ങനൊന്നും വന്ന് പറയരുത്. നിങ്ങളൊക്കെ തന്നെ അവരെ കരിവാരി തേക്കുക, നിങ്ങളൊക്കെ തന്നെ അവരെ വെള്ളം പൂശുക, എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്തായാലും നല്ല അഡ്വക്കേറ്റാ പുള്ളിക്കാരുടെ. അടുത്ത കേസുകളൊക്കെ എല്ലാവരും ഏൽപ്പിക്കണം കേട്ടോ. നല്ലൊരു അഡ്വക്കേറ്റാണ്. ഇങ്ങനെ തന്നെ സംസാരിക്കണം. ശരി, ഓക്കെ.